തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ മാതൃകയായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങുന്നവർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതിവിപുലമായ സാങ്കേതിക പരിശീലന ക്ലാസുകളാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ഒരുക്കിയ സംവിധാനങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി 600ഓളം ട്രെയിനിങ് ഓർഗനൈസർമാർ സംസ്ഥാനത്ത് ഉടനീളം സൗജന്യ സേവനം ചെയ്തു വരുന്നുണ്ട്. ഹാജിമാരെ സഹായിക്കാനെന്ന പേരിൽ മറ്റ് സംവിധാനങ്ങൾ ആവശ്യമില്ല. അപേക്ഷാ സമർപ്പണം, തുക അടയ്ക്കൽ, സമയം ദീർഘിപ്പിക്കൽ, 2025 വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവസരം ലഭിക്കാത്തവർക്ക് അടുത്ത വർഷം പ്രത്യേക പരിഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഹജ്ജ് കമ്മിറ്റിയുടെയും ഇടപെടലുകൾ ഏറെ ഫലപ്രദമായെന്നും ഹാജിമാർക്ക് സഹായകരമായെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ തന്നെ സംവിധാനം കൃത്യമായി ഒരുക്കുമ്പോൾ ആ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ മറ്റൊരു സംവിധാനം കൂടി വന്നാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അത് പലപ്പോഴും താൽക്കാലിക സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഈ സംവിധാനം അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകും. അവിടെ ഒരു സർക്കാർ സംവിധാനത്തിന് ബദലായി മറ്റൊരു സംവിധാനം വരുമ്പോൾ നാളെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയാം. അത് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ സർക്കാർ മേഖലയിൽ ഇതിൻ്റെ ആവശ്യമില്ല, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു, ഇത് വിട്ടു ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകും. അതിനെ തറക്കാൻ വട്ടമിട്ടുള്ളവർക്ക് നമ്മൾ അവരെ കൂടെ നോക്കാതിരിക്കും. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള പലരും അതിലേർപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുത. ഇത് കണ്ടെത്തി ഇവരെ ഈ സിസ്റ്റത്തിൽ പുറത്താക്കാൻ അറിയാത്തതുകൊണ്ടും അവരെ പിടിച്ച് പുറത്താക്കിയതിൽ ഹജ്ജ് നടക്കാതിരിക്കുന്നില്ല. ലോകത്തിൽ ലക്ഷക്കണക്കായ ഹാജിമാർ വരുന്ന മക്കത്തിൽ പോകുന്ന ഹാജിമാർക്ക് ഇവരെ പോലെയുള്ള ആളുകളില്ലെങ്കിലും അവർക്ക് അവിടെ എത്താനും അവർക്ക് സുഖസുന്ദരമായ ഹജ്ജ് നടത്താനും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മനസ്സിൽ ഹൃദയമാണ് ഹജ്ജിനായി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം. അതിൽ ശാരീരികമായി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രമാത്രമാണ്. അപ്പോൾ നമുക്ക് ശാരീരികമായ കഴിവും നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് തന്നിരിക്കും. ചടങ്ങിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ VR വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മൗര്യ, ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട, OV ജാഫർ, ഷംസുദ്ദീൻ അരീഞ്ചിറ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത്, നോഡൽ ഓഫീസർ അസൈൻ PK, ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമാനുള്ള മാസ്റ്റർ വേങ്ങര, മുജീബ് മാസ്റ്റർ കോഡൂർ, ഷാജഹാൻ NP, ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ് U എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഷ്കർ കോറോട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനൂർ മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ അബ്ദുൽ ലത്തീഫ് ബാവ നന്ദിയും പറഞ്ഞു. താനൂർ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള 356 പേർ പരിശീലന ക്ലാസ്സിൽ സംബന്ധിച്ചു. വെയിറ്റിംഗ് ലിസ്റ്റിലെ ക്രമ നമ്പർ 6000 വരെയുള്ളവർ കൂടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.